السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومنجينا وهادينا ومرشدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രശസ്ത പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങൾ രചിച്ച ലോകപ്രശസ്ത പ്രവാചക പ്രകീർത്തന കാവ്യമായ അല്ലഫൽ അലിഫ് എന്ന ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവും പഠിക്കുന്ന ക്ലാസിന്റെ 16-ാമത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ രചിക്കപ്പെട്ട ഈ പരിശുദ്ധ മദ്ഹ് കാവ്യം പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് അവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഇതൊരു കാരണമാക്കി മാറ്റി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കി വളരെ അത്ഭുതകരവും മനോഹരവുമായ മദ്ഹ് കാവ്യമാണ് അല്ലഫൽ അലിഫ് എന്നുള്ള ഈ ഖസീദ. അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും ആരംഭിക്കുകയും ആ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വ്യത്യസ്തമായ മനോഹരമായ അർത്ഥങ്ങളുള്ള വാക്കുകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് ഈ വരികളിലൂടെയൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകൾ കൊടുത്ത ആ കഴിവ് തൻ്റെ മുഹിബ്ബിനു വേണ്ടി താൻ പ്രണയിക്കുന്ന, താൻ ഇഷ്ക് വെക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് രചിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. അതിൻ്റെ ഒരു ബറക്കത്ത് ലഭിക്കാനാണ് നമ്മൾ ഓരോ വരികളായിട്ട് ഓരോ ക്ലാസ്സിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇതൊക്കെ നമ്മൾ കബൂൽ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബി അക്ഷരമാലയിലെ ഗൈന് എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ബൈത്താണ്. വളരെ മനോഹരമായിട്ട് ഗൈന് കൊണ്ട് ആരംഭിക്കുകയും ഗൈന് കൊണ്ട് തന്നെ ഉള്ള പല വാക്കുകളും ഈ വരികളിൽ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ വരികൾക്കും ഓരോ വാക്കുകൾക്കും 2-3 കൂടുതലൊക്കെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ മഹാന്മാർ കൊടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. غيث غيث غوث عالم غياث الأصفياء غين قلب غاب عن حب من الأشغال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. വളരെ അർത്ഥങ്ങൾ അറിയിക്കുന്ന ശുദ്ധമായ ഒരു വരിയാണ് ഇത്. ആദ്യമായി ഇതിന്റെ ചുരുക്ക അർത്ഥം നമ്മൾ പഠിക്കാം. മഹാനവറുകൾ പറയുന്നു, ഗൈസു ഗൈസിൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെയ്തിറങ്ങുന്ന റഹ്മത്തിന്റെ മഴയാണ്. ഗൗസു ആലമിൻ, ലോകർക്ക് മുഴുവനും സഹായിയുമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല ഗിയാസുൽ അസ്ഫിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കള്, അസ്ഫിയാക്കള്, അല്ലാഹുവിന്റെ ഇബാദുസ് സ്വാലിഹീങ്ങൾ അവരുടെ സഹായിയുമാണ്. അവരുടെ എല്ലാ പദവികളിലേക്കും അവർക്ക് എത്താൻ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. غين قلب غاب عن حب من الأشغال غال, ഓരോരുത്തരുടെയും കൽബിനെ ബാധിക്കുന്ന പാപക്കറകൾ, ദോഷങ്ങൾ ചെയ്തത് കാരണം കൽബിനുണ്ടാവുന്ന മൂടികൾ, ആ പാപക്കറകളൊക്കെ
നിഷ്കളങ്കമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് കാരണം അത് നീങ്ങിപ്പോകുന്നതാണ് എന്ന് മഹാനവറുകൾ വരികളിലൂടെ നമ്മൾ അറിയിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ചുരുക്ക അർത്ഥമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിന്റെ ഓരോ വാക്കിന്റെയും വിശാലമായ അർത്ഥങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഒന്നാമത്തേത് ഗൈസു ഗൈസിൻ. ഗൈസ് എന്നുള്ളതിന് പല അർത്ഥങ്ങളും നമുക്ക് അറബി ഡിക്ഷണറി നോക്കിയാൽ കാണാൻ പറ്റും. ഗൈസ് എന്നുള്ളതിന് ഇവിടെ മഹാന്മാർ പല അർത്ഥങ്ങളും കൊടുത്ത് വിവരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഗൈസിന് മഴ എന്നുള്ള അർത്ഥമുണ്ട്, മത്തർ എന്നുള്ള അർത്ഥം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഗൈസു ഗൈസിൻ എന്ന് പറയുമ്പോൾ മഴയുടെ മഴയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ടും ഒരേ അർത്ഥം വരും. അതിനും പകരം മഹാന്മാരായ ആളുകളൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ച ഉലമാക്കൾ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഗൈസിന് മുൻസിലു എന്നുള്ള അർത്ഥം കൊടുക്കുക. അപ്പൊ മുൻസിലു മത്തരിൻ, മഴ പെയ്യിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ മഴ. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും, ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ പെയ്തിറങ്ങുന്ന തോരാത്ത റഹ്മത്തിന്റെ മഴയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. മറ്റൊരർത്ഥം ഗൈസ് എന്നുള്ളതിന് ഒന്നാമത്തെ ഗൈസ് എന്നുള്ള വാക്കിനൊക്കെ മത്തർ എന്നുള്ള അർത്ഥവും, രണ്ടാമത്തെ ഗൈസിന് മഴ മുഖാന്തരം, മഴ കാരണമായിട്ട് ഭൂമിയിൽ മുളച്ചു പോകുന്ന സസ്യലതാദികൾ, ചെടികൾ, പച്ചപ്പുകൾ, ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുളച്ചു വരുന്ന സസ്യലതാദികൾ, അതിന്റെ ഇതിലേക്ക് സൂചിപ്പിക്കുന്ന അർത്ഥം കൊടുക്കാം. അങ്ങനെ അറബി ഭാഷയിൽ, അറബി സാഹിത്യത്തിൽ അങ്ങനെയുണ്ട്. മഴ കാരണമായിട്ടുണ്ടാവുന്ന, അത് സബബായിട്ടുണ്ടാവുന്ന, മുസബ്ബബിനും എന്ത് പറയാം, ആ അർത്ഥം അറബി സാഹിത്യത്തിൽ കൊടുക്കാറുണ്ട് മജാസായിട്ട്. അപ്പോ ഇവിടെ ഈ രണ്ടാമത്തെ വയസ്സിന് നമ്മൾ കൊടുത്ത മഴ കാരണം മുളച്ചു പൊന്തുന്ന സസ്യലജാതികൾ എന്നുള്ളത് ലോകത്തിലെ മുഴുവൻ സൃഷ്ടികളിലേക്കും സൂചിപ്പിക്കും. അപ്പോ ഒന്നാമത്തെ സബബാകുന്ന, ആ കാരണമായി തീർന്ന ആ മഴ, വയസ്സ് എന്നുള്ളത് നമ്മൾ മഴ എന്നുള്ള അർത്ഥം കൊടുത്തല്ലോ, അങ്ങനത്തെ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാല് ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കാൻ കാരണഭൂതരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവല്ലേ, നബിയെ തങ്ങളെങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ, തങ്ങളെങ്ങാനും നാം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നിനെയും നാം സൃഷ്ടിക്കില്ലായിരുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന പല ഹദീസുകളും മഹാന്മാരുടെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ സാധാരണ റബീഉൽ അവ്വൽ മാസം വരുന്ന സമയത്തൊക്കെ വിശാലമായി പഠിക്കുന്നവരാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കാൻ വേണ്ടി കാരണഭൂതരായത്. അതുകൊണ്ട് ഒരു സസ്യലതാദികൾ, ഉണങ്ങി വരേണ്ട ഒരു ഭൂമിയിൽ സസ്യലതാദികളും ചെടികളും പച്ചപ്പുകളും മുളച്ചുണ്ടാവുന്നതിന് കാരണമായി തീരുന്ന, സബബായി തീരുന്ന ഒരു മഴയെ പോലെയാണ് ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് കാരണാഭൂതരായ ഹബീബായ നബിയെ അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്ര മനോഹരമാണ് ഓരോ മുഹിബ്ബീങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ അതിനർത്ഥം കൊടുക്കുന്നത്. അപ്പോ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിഇഖ്റാജിൽ ഖൽഖി മിനൽ അദ്മി എന്ന് മഹാന്മാർ ഇതിന് കൊടുത്തു അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർച്ചയായിട്ടും സബബാണ് ലിഇഖ്റാജിൽ ഖൽഖി മിനൽ അദ്മി, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നും മൗജൂദാവാൻ വേണ്ടി, വജൂദിലേക്ക്, സൃഷ്ടിപ്പിലേക്ക് സൃഷ്ടിക്കപ്പെട്ട് വരാൻ വേണ്ടി കാരണമായി തീരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എന്താക്കാം, ഒരു മഴയുടെ സ്ഥാനത്താണ് നബി എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇതുപോലെ കമാ അന്നൽ മത്തറ സബബുൻ ലിനബത്തി നബാത്തിൽ അർളി, ഇതുപോലെ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കാൻ വേണ്ടി മത്തർ, മഴ കാരണമാകുന്നത് പോലെ. ഇതിപ്പോ രണ്ടർത്ഥം. ഇനി ഇതാ മൂന്നാമത്തെ അർത്ഥം. അന്ന ജാഹിലിയ്യ കാലഘട്ടത്തിലും എന്നല്ല ഇന്നും ഇൽമോ ഹിക്മത്തോ ഈമാനോ ഇല്ലാതെ മരിച്ചുപോയ, ഹിദായത്തോ ഇല്ലാതെ മരിച്ചുപോയ ഖൽബുകൾ, ആ ഖൽബിനെ ദീനാകുന്ന ഈ ദീനുൽ ഇസ്ലാമാകുന്ന ഈ ഹിദായത്തിന്റെ ആ മഴ അവരുടെ ഖൽബിലേക്ക്, അത്തരം മനസ്സിൽ ഊർന്നിറങ്ങുന്ന, മനസ്സിൽ അസറുണ്ടാക്കുന്ന
ഫലമുണ്ടാക്കുന്ന ഉപദേശങ്ങൾ നടത്തിയിട്ട്, ദഅവത്ത് നടത്തിയിട്ട് ആ മരിച്ചുപോയ മൈത്തത്തായ ഖുലൂബുകളെ, ഹൃദയങ്ങളെ ജീവിപ്പിച്ചവരാണ് നബിയെ അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ നബി ഒരു മഴയുടെ സ്ഥാനത്താണ്. കമാ അന്നൽ മത്തറ യുഹ്യിൽ ബിലാദൽ മൈത്ത, ഇതുപോലെ മരിച്ചു കിടക്കുന്ന, ഒന്നുമില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്നതായ മഴ ഉണങ്ങി വരേണ്ട ഒരു ഭൂമിയെ മഴ എപ്രകാരമാണോ ജീവിപ്പിക്കുന്നത്, പച്ചപ്പുണ്ടാക്കി തീർക്കുന്നത് ആ ഭൂമിയെ, അതുപോലെ ഒന്നുമില്ലാതിരുന്ന ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒന്നുമില്ലാതെ, ഹിദായത്തിന്റെ വെളിച്ചമില്ലാതെ മുഴുവൻ തെറ്റിൽ മുഴുകി ജീവിച്ചിരുന്ന, ആണ്ട് പൂണ്ട് കടന്നിരുന്ന ഒരു ജനതയുടെ കൽബുകള്, മരിച്ചുപോയ കൽബുകൾക്ക് ജീവൻ നൽകിയവരാണ് നബിയെ. എത്ര മനോഹരമാണ്. ഇങ്ങനെ 2-3 അർത്ഥങ്ങൾ ചുരുക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഒരുപാട് അർത്ഥങ്ങളൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. രണ്ടാമത്തെ വാക്ക് ഗൗസു ആലമി, ആലമിന്റെ ഗൗസുമാണ് നബിയെ. ആലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകം, റബ്ബുൽ ആലമീൻ എന്നൊക്കെ നമ്മൾ സാധാരണ ഫാത്തിഹയിലൊക്കെ ഓതാറുണ്ട്. അപ്പൊ ആലമിന്റെ, ലോകത്തിന്റെ ഗൗസ് എന്ന് പറഞ്ഞാൽ നാസുർ, മുഗീസ് എന്നുള്ള അർത്ഥം. ഐ നാസുറുൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ലോകത്ത്, ഈ ഭൂമി, ഈ ദുനിയാവിലും ആഖിറത്തിലും ലോക ജനതയ്ക്ക് മുഴുവനും, മനുഷ്യർക്ക് എന്ന് മാത്രമല്ല ജിന്നിന് എന്ന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും നബി തങ്ങളെ കൊണ്ട് ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ട്. ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരൊട്ടകത്തിന് അതിന്റെ മുതലാളി അതിനെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട കടുപ്പമുള്ള ജോലി ചെയ്യിപ്പിക്കുകയും സമയത്തിന് ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്ത കാരണം കൊണ്ട് ആ ഒട്ടകം വളരെ ക്ഷീണിതരാവുകയും, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ആ ഒട്ടകം അതിൻ്റെതായ ഭാഷയിൽ നബി തങ്ങളോട് ആവലാതി പറയുകയും, നബി തങ്ങൾ ആ ഒട്ടകത്തിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അതിന്റെ മുതലാളിയെ വിളിച്ചുകൊണ്ട്, അതിന്റെ യജമാനെ വിളിച്ചുകൊണ്ട് ശാസിച്ചതും ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ മിണ്ടാ പ്രാണികളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചതും, നബി തങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിച്ചതും, പ്രശ്നങ്ങളൊക്കെ പരിഹാരം നൽകിയതും നമുക്ക് കാണാം. ആ കാലഘട്ടത്തിലൊക്കെ നബി തങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പോലും, അതിനുശേഷവും ആ മരുഭൂമിയിൽ മഴയില്ലാതെ, മക്കയുടെ മരുഭൂമിയിൽ മഴയില്ലാതെ ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവലാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും, ഒരു ആഴ്ചക്കാലം തുടരെയായി മഴ പെയ്യുകയും, പിന്നെ ആ മഴ നിർത്താൻ വേണ്ടി നബി തങ്ങളോടത്തേക്ക് അതേ മനുഷ്യൻ തന്നെ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നബി തങ്ങൾ എല്ലാവർക്കും ഒരു സഹായം ആയിരുന്നു, എല്ലാവർക്കും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു അഭയകേന്ദ്രമായിരുന്നു. എന്നല്ല, നാളെ ആഖിറത്തിലും എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതിപ്പെടുന്ന മഹ്ശറ സഭയിൽ അമ്പിയാക്കൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ നബിത്തങ്ങളെ സ്നേഹിച്ച നബിത്തങ്ങളുടെ ഉമ്മത്തിനും നബിത്തങ്ങളുടെ മുഹിബ്ബീങ്ങൾക്കും എല്ലാവർക്കും നാളെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നു, സഹായിക്കുന്നു. കണ്ടോ? അപ്പോ ഈ ദുനിയാവിൽ നല്ല നാളെ ആഖിറത്തിൽ പോലും എല്ലാ ജീവജാലങ്ങൾക്കും സഹായിയാണ് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് മഹാനായ ഉമർ വലിയുള്ളാഹിൽ ഖാഹിരി തങ്ങൾ പറഞ്ഞത്, ഗൗസു ആലമിൻ, ലോകത്തിന്റെ നാസുറാണ്, സഹായിയാണ് നബിയെ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു അർത്ഥം സൂഫികളായ ആളുകൾ ഒന്നും കൂടി ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മറ്റൊരു അർത്ഥം കൊടുക്കുന്നു. ഗൗസു ആലം എന്ന് പറയുമ്പോൾ, ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി സുബ്ഹാനഹു വ തആല, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാ ജീവജാലങ്ങളും, അല്ലെ, മറ്റു എന്തൊക്കെ വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ അല്ലാഹു പടച്ചിട്ടുണ്ട് അതൊക്കെ ആലമാണ്. സാധാരണ നമ്മള് ആലം എന്ന് പറയുന്നതിന് മാസിവൽ ബാരി എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളും എന്താണ്? പിന്നെ ആലമാണ്. ഇവിടെ മഹാന്മാർ പറയുന്നു, ഗൗസിന് ഖൽബ്, ഹൃദയം എന്നുള്ള അർത്ഥം കൊടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അപ്പൊ ലോകത്തിന്റെ ഹൃദയമാണ് നബി. എന്താ ഒരു അർത്ഥമാണ്? ഗൗസു ആലമിൻ, ലോകത്തിന്റെ ഹൃദയമാണ് നബി, ഖൽബാണ് നബി. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സഹായങ്ങളും ഒക്കെ, അള്ളാഹുവിന്റെ ആ റഹ്മത്തിന്റെ നോട്ടം പതിക്കുന്ന ഒരു ഖൽബിന്റെ സ്ഥാനത്താണ് നബിയെ തങ്ങൾ. ലോകത്തിന്റെ ഒരു ഖൽബിന്റെ സ്ഥാനത്താണ് തങ്ങൾ. കാരണമാണ് അള്ളാഹു റഹ്മത്തൊക്കെ ഈ ലോകത്തേക്ക് ഇറക്കുന്നത്. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കണ്ടോ?
അപ്പോൾ ഒരു ലോകത്തിനെ മുഴുവനും നമ്മൾ ഒന്നിച്ചെടുത്താലും അതിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു കൽബിന് അതുപോലെയാണോ സ്ഥാനം, അതുപോലെ ലോകത്തിന്റെ മുഴുവനും ഹൃദയത്തിന്റെ സ്ഥാനത്താണ് നിബിത്തങ്ങൾ. ആ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടവും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നവറ് മഹല്ലുൻ നവർ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുന്നത് എന്നാണ്. ഈ ലോകത്തിന് ആർക്കൊക്കെ എന്ത് സഹായങ്ങളും എന്ത് കാരുണ്യവും എന്ത് റഹ്മത്തും അള്ളാഹുവിന്റെ സഹായവും നസുറും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ ആര് മുഖേനയാണ്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായിട്ടാണ് എന്നാണ്. അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്. മാത്രമല്ല ഗൗസ് നമുക്കറിയാം, ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. ഖുത്ബിയത്തൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ. അപ്പോൾ ഗൗസ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഗൗസ് ഖുത്ബ് എന്നുള്ളതൊക്കെ. ഇവിടെ അങ്ങനെ അർത്ഥം കൊടുത്തവരുമുണ്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഖുത്ബാണ്, ഗൗസാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് മഹാന്മാർ അങ്ങനെ അർത്ഥം കൊടുത്തുകൊണ്ട് പറയുന്നു വകാന ഗൗസുൽ അഗ്യാസ് വഖുത്ബുൽ അഖ്താബി ഹഖീഖതൻ. ഏതൊക്കെ ഔലിയാക്കൾ ഖുത്ബിന്റെ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടോ, എന്നാലും ഏറ്റവും യഥാർത്ഥത്തിലുള്ള ഖുത്ബുൽ അഖ്താബും ഗൗസുൽ അഗ്യാസും അവർ മാത്രമേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. അവരിൽ നിന്നാണ് ഇവർക്കൊക്കെ കിട്ടിയത്. ഇത്രയും വളരെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹിബ്ബീങ്ങളായ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന പല സൂഫിയാക്കളും ഈ വാക്കിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇത്ര മനസ്സിലാക്കാം. ഇനി ഖിയാസുൽ അസ്ഫിയ, ഇവിടെയും ഖിയാസ് എന്നുള്ള വാക്കിനൊക്കെ മഹാന്മാർ മുഗീസ് നാസുർ എന്നുള്ള അർത്ഥം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആരുടെ നാസറാണ്, സഹായിയാണ് നബിയെ? അൽ അസ്ഫിയ. അവിടെ അസ്ഫിയ എന്ന അവസാനം ഒരു ഹംസയുണ്ട്. അത് ബൈത്തിന്റെ പ്രാസമൊപ്പിക്കാൻ വേണ്ടി അത് കളയപ്പെട്ടതാണെന്ന് മഹാന്മാർ പറയുന്നു. അസ്ഫിയ എന്ന് പറഞ്ഞാൽ അൽ അത്ഖിയ, അൽ ഔലിയ, അള്ളാഹുവിലേക്ക് അടുത്തതായ, അള്ളാഹുവിന്റെ ഇഷ്ടം പ്രീതി സമ്പാദിച്ചതായ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ, അസ്ഫിയാക്കൾ, അംബിയാക്കൾ. ഇവരൊക്കെ ഏതൊക്കെ ദറജയിലേക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ, പടിപടിയായിട്ട് ഓരോ സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ട് ഔസ് ഖുത്ബ് അങ്ങനെ ഓരോ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് വിലായത്തിന്റെ പദവികൾ അവർ കീഴടക്കിയിട്ടുണ്ടോ, അതിനൊക്കെ അവർക്ക് സഹായമായത് ആരാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിത്തങ്ങളിലേക്ക് അവർക്ക് എത്രത്തോളം ഉൾബുണ്ടോ, നബിത്തങ്ങളുടെ സുന്നത്തുകൾ എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ, ഹബീബാ നബിയുമായി കൽബ് കൊണ്ട് എത്രത്തോളം അവരെടുത്തിട്ടുണ്ടോ, അത് കാരണമാണ്, അതിന്റെ ഒരു ബറക്കത്ത് കൊണ്ടാണ് അവരൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയത്. ആര്? അൽ അസ്ഫിയാ, അൽ അത്ഖിയാ, അൽ ഔലിയാ, ഇങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളൊക്കെ എത്തിയത്. അപ്പൊ അവർക്കൊക്കെ ഇത്തരം സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള, ആത്മീയമായ ഉന്നതകൾ നേടിയെടുക്കാനുള്ള കാരണമായി തീർന്നത് ആരാണ്? നാസറായി തീർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഖിയാസുൽ അസ്ഫിയാ, അസ്ഫിയാക്കളുടെ ഖിയാസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കണ്ടോ? എന്നിട്ട് ഇതിന്റെ ശറഹിൽ മഹാന്മാര് പറഞ്ഞിരിക്കുന്നു ഐ മുഗീസുൽ അഖിയാരി, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ മുഗീസാണ്. ഇൻദ മുഫാജഅത്തി ശിദ്ദാതി വന്നവാഇബി ഫി ഹുസൂലി ഇക്തിമാലാത്തിൻ വൽ മഖാമാതി. അവർ ഉന്നതമായ സ്ഥാനങ്ങൾ കൈയെടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന, അവർ നേരിടേണ്ടി വരുന്ന ഫിത്നകൾ, ശിദ്ദത്തുകൾ, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിലൊക്കെ നബി തങ്ങൾ അവരെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹറു ഇഫാദത്തി നൂറിൽ ഹിദായത്തി അലൽ ഖൽഖി വവാസിതതിഹാ ഫലാ യകൂനു അഹദുൻ വലിയൻ ഇല്ലാ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ ഇതിന്റെ വ്യാഖ്യാനത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു, ഫലാ യകൂനു അഹദുൻ, ഒരാളും ആയിട്ടില്ല, വലിയൻ, അള്ളാഹിന്റെ ഔലിയാക്കളിൽ പെട്ടിട്ടില്ല, ഇല്ലാ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാസിതയായിട്ടില്ലാതെ, നബിത്തങ്ങൾ കാരണമായിട്ടില്ലാതെ, നബിത്തങ്ങളുമായി ബന്ധം പുലർത്തിയിട്ടല്ലാതെ, നബിത്തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയിട്ടല്ലാതെ, നബിത്തങ്ങളുമായി ആത്മീയമായ ബന്ധം ഉണ്ടായിട്ടല്ലാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ തങ്ങളോടുള്ള ഈ ഹബ്ബ് നാം പ്രകടിപ്പിക്കുന്ന കാരണം അള്ളാഹു നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇനി ചുരുക്കിയിട്ട് നമ്മൾ അത്ര മനസ്സിലാക്കാം.
ഇനി ബാക്കി അടുത്ത വാക്ക് ഗൈനു ഖൽബിൻ ഗാബ അൻ ഹുബ്ബിൻ മിനൽ അശ്ഗാലി ഖാൽ. ഇതൊരു വിഷയമാണ് പറയുന്നത്. ഗൈനു ഖൽബിൻ, ഖൽബിന്റെ മൂടി, ഖൽബിനെ ബാധിക്കുന്നതായ ഒരു പുകമറ, ഒരു മറ, അത് ഗാബ ഇല്ലാതെയായി പോകും. ഗാബ എന്ന് പറഞ്ഞാൽ ബഉദ വസാല, ബഉദ സാല എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതായത് അത് വിദൂരമായി പോകും. ബിൽ കുല്ലിയത്തി, വളരെ ദൂരം, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അത് വളരെ ദൂരത്തേക്ക് നീങ്ങിപ്പോകും ആ ഖൽബിനെ ബാധിച്ചതായ മൂടി. ഇത് വളരെ വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ചുരുക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കാം, മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന സമയത്ത്, മനുഷ്യനിൽ നിന്നും തെറ്റുകളും അപാകതകളും സംഭവിക്കുന്ന സമയത്ത് അവന്റെ ഖൽബിലേക്ക് ഓരോ കറുത്ത പുള്ളി വീഴുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം. അങ്ങനെ നിരന്തരമായി ഇസ്തിഗ്ഫാർ ഒന്നും ചൊല്ലാതെ വീണ്ടും വീണ്ടും ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഖൽബിലേക്ക് കറുത്ത പുള്ളികൾ വീണ് ഖൽബ് മുഴുവനും ഒരു കറുത്ത മൂടി കൊണ്ട് മൂടിയതുപോലെ ആയിത്തീരും. പിന്നെ അവന്റെ ഖൽബിലേക്ക് ഹിദായത്തോ ഈമാനോ തഖ്വയോ ഇഖ്ലാസോ ഭയഭക്തിയോ അല്ലാഹുവിനെ പേടിയോ ഒന്നും ഉണ്ടാകില്ല. ഇത് വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരു തെറ്റ് ചെയ്ത് പോയി, എന്നാൽ ഉടൻ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ആ പുള്ളി ഇല്ലാതാവുകയും ഖൽബിന്റെ ആ ശോഭ വീണ്ടെടുക്കുകയും ചെയ്യും. ഇതാണ് ഗൈനു ഖൽബ്, ഖൽബിൻ ഹൃദയത്തിന്റെ മൂടുപടം, തെറ്റിനാൽ സംഭവിക്കുന്നതായ ആ പുകമറ അത് നീങ്ങിപ്പോവും. ഇവിടെ ഒരു ചെറിയൊരു വിശദീകരിക്കാനുണ്ട്. ഇവിടെ ഗൈന് അതേപോലെ തന്നെ റൈന് എന്നിങ്ങനെ രണ്ട് വാക്കുകൾ പ്രധാനമായിട്ടും ഇതുമായിട്ട് പഠിക്കാനുണ്ട്. ഗൈന് എന്ന് പറഞ്ഞാല് ഒരു മറയാണ്, പക്ഷെ അത് ഹിജാബുൻ റഖീഖ്. റൈന് എന്ന് പറഞ്ഞാല് ഹിജാബുൻ റഖീഖ്. അതായത് രണ്ട് വാക്കുകൾ, ഒന്ന് റൈന്, ഒന്ന് ഗൈന്. ഇതിൽ ഗൈന് എന്നുള്ളത് വളരെ ലോലമായ ഒരു നേരിയതായ ഒരു മറയാണ്. എന്നാൽ മറ്റൊരു മറയുണ്ട് റൈന് എന്ന് പറയും, റൈന്. അത് വളരെ കടുപ്പമുള്ള കടുത്തതായ മറയാണ്. നിരന്തരമായി തെറ്റ് ചെയ്തിട്ടോ മറ്റോ ഖൽബിനെ ബാധിക്കുന്ന കടുത്തതായ മറ. അത് വളരെ പെട്ടെന്നൊന്നും നീക്കാൻ സാധ്യമല്ല. അത് കാരണം അള്ളാഹുവിനെ തൊട്ട് പൂർണ്ണമായ ഒരു മനുഷ്യൻ ഹിജാബിടപ്പെടാൻ, മറയിടപ്പെടാൻ അത് കാരണമാവുകയും അതിനെ തൊട്ട് മഹാന്മാരൊക്കെ എന്താക്കുന്നുണ്ട്, പിന്നെ അള്ളാഹുവിനോട് അഭയം തേടിയിട്ടുണ്ട്, ഇസ്തിആദത്ത് ചൊല്ലിയിട്ടുണ്ടെന്നാണ്, കാവൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം എന്ന് ചില ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ റബ്ബ് തആല പറഞ്ഞിട്ടുണ്ട്. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബിൽ എന്തായിട്ടുണ്ട്, റൈന് വന്നു പോയിട്ടുണ്ട്. അത് കാരണം അടുത്ത ആയത്തിൽ പറയുന്നു, അവർ കല്ലാ ഇന്നഹും റബ്ബിഹിം ലമഹ്ജൂബൂൻ, അവർ അവരുടെ റബ്ബിനെ തൊട്ട് പൂർണ്ണമായി മറയിടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ലിഖാഅ് കണ്ട് ആസ്വദിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ കടുപ്പമുള്ള ഒരു മറ ഖൽബിലേക്ക് വരുമ്പോൾ അതിന് റൈന് എന്ന് പറയും. നേരത്തെ ഇവിടെ ഇപ്പം നമ്മള് ബൈത്തിലുള്ളത് ഗൈന് എന്ന് പറഞ്ഞാൽ ഹിജാബുൻ റഖീഖുൻ. രണ്ടും തെറ്റിപ്പോകാൻ പാടില്ല. ഒന്ന് ഈ പറഞ്ഞ ഗൈന് എന്നുള്ളത് ഹിജാബുൻ റഖീഖുൻ, വളരെ നേരിയ ഒരു മറ. ചില തെറ്റുകളൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ദുനിയാവുമായിട്ട് നമ്മളിങ്ങനെ കൂടുതൽ ഇടപഴകുമ്പോൾ അള്ളാഹുവിന്റെ ഓർമ്മകൾ നമ്മൾ മറന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു മൂടിയാണ്. അത് നീങ്ങിപ്പോകുന്നതാണ്. ഏത് കാരണമായിട്ട്? അതാണ് ഗാബ എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുന്നതാണ് മറ, അത് ദൂരെയായി പോകുന്നതാണ് ആ മറ. ഏത് കാരണം? അൻഹുബിൻ. അൻഹുബ് എന്ന് പറഞ്ഞാൽ ഹുബിനെ തൊട്ട് എന്നുള്ളതാണ്. അൻ എന്നുള്ള വാക്ക് അറബി അറിയുന്നവർക്കറിയാം, തൊട്ട് എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. ഇവിടെ ബിഹുബിൻ എന്നുള്ള അർത്ഥമാണ്. അതായത് ഹുബ് കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടങ്ങാത്ത അനുരാഗവും ഇഷ്കും ഹുബ്ബും കാരണമായിട്ട് നീങ്ങിപ്പോകുന്നതാണ്. എന്ത് നീങ്ങിപ്പോവും? നമ്മുടെ ഖൽബിൽ ബാധിച്ചതായ തെറ്റുകളുടെ കറ പോലും നീങ്ങിപ്പോയി ഖൽബിന്റെ ആ പൂർണ്ണമായ ഈമാനിന്റെ ശോഭ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും റസൂലുള്ളാഹിനോട് ഹുബ്ബ് വേണം, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കണം, റസൂലുള്ളാഹിന്റെ ജീവിതം പഠിക്കണം. അങ്ങനെ നബിത്തങ്ങളുമായിട്ട് ഹൃദയം കൊണ്ടൊരു ബന്ധമുണ്ടായാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളൊക്കെ എന്താവും? പൊറുക്കപ്പെടാൻ അത് കാരണമാകും എന്നാണ് അർത്ഥം.
എങ്ങനത്തെ ഹുബ്ബാണ്? വെറും പ്രകടനം മാത്രമല്ല. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ ഞാനും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്നുകൊണ്ട് ഒരു പോസ്റ്റ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നമ്മളൊരു പരിപാടി വെച്ചതുകൊണ്ടോ, അതുകൊണ്ട് മാത്രമായില്ല നബി തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ. പിന്നെ യഥാർത്ഥ ഹുബ്ബായിരിക്കണം. അതാണ് അൻ ഹുബ്ബിൻ മിനൽ അശ്ഗാലി ഗാൽ, അതായത് ഗാലിൻ മിനൽ അശ്ഗാലി എന്നാണ്. ഇതിന്റെ കോർവപ്പിക്കാൻ വേണ്ടിയാണ് ഗാലി എന്നുള്ളത് അവസാനം പറഞ്ഞത്. അപ്പൊ ഗാലിൻ മിനൽ അശ്ഗാലി, എല്ലാ ശുഗലിനെ തൊട്ടും ഒരു മനുഷ്യനെ ശുഗലാക്കി കളയുന്ന, അതായത് അവന് നേരം പോക്ക് കിട്ടാൻ വേണ്ടി, അവനക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി അവന് ഉതകുന്നതായ ഭാര്യ, മക്കൾ, അതേപോലെ തന്നെ അവന്റെ കച്ചവടം, അവന്റെ ആസ്വാദനങ്ങൾ, അവന് ഇഷ്ടപ്പെട്ട അവന്റെ കൂട്ടുകാര്, അവന്റെ മാതാപിതാക്കള്, അങ്ങനെ അവൻ അടുത്ത ബന്ധം പുലർത്തുന്ന, അവൻ സ്നേഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളെക്കാളും വാലിൻ, അവരെക്കാളും വിലമതിക്കുന്ന, അവരോട് അവൻ കാണിക്കുന്ന സ്നേഹത്തിനേക്കാളും അധികമായി ഉള്ള സ്നേഹം എന്നാണ് അർത്ഥം. അതാണ് ഹുബ്ബ് എന്നുള്ളതിനൊക്കെ സിഫത്തായിട്ട്. എങ്ങനത്തെ ഹുബ്ബായിരിക്കണം? മിനൽ അശ്ഗാലി, എല്ലാ ശുഗലിനെ തൊട്ടും ഗാലിൻ, ഉന്നതമായ. ഇത് മഹാന്മാർ പറയുന്നു. ഇത് ഏതിലേക്ക് സൂചിപ്പിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഏതുവരെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ ഭാര്യസന്തതികളെക്കാളും എല്ലാ മനുഷ്യരെക്കാളും എന്നോടുള്ള സ്നേഹം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുന്നവരെ, ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നവരെ, നിങ്ങൾക്ക് അവരെക്കാളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നതുവരെ അത്തരം ഒരു സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം എന്നോടുണ്ടാവുന്നത് വരെ ആരും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്നുള്ള ഒരു ഹദീസിലേക്ക് ഇത് സൂചിപ്പിക്കുന്നുവെന്ന് ഇതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖൽബിനെ ബാധിക്കുന്ന തെറ്റുകളുടെ കറകൾ പോലും, മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ അത് നമ്മളറിയാതെ, നമ്മൾ കാണുന്നില്ല, അറിയാതെ നമ്മൾ ഖൽബ് ഇങ്ങനെ കറുത്തു പോകുന്നു. അത്തരം ലോലമായ ഈ തെറ്റുകൾ കൊണ്ടുണ്ടാവുന്ന കറകൾ പോലും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നിഷ്കളങ്കമായ യഥാർത്ഥ ഖാലിസായ ഹുബ്ബ് കൊണ്ട് അത് കാരണമായിട്ട് അള്ളാഹു മാറ്റിത്തരും. അങ്ങനെ ഖൽബിൽ എപ്പോഴും ഈമാൻ ഇങ്ങനെ പ്രശോഭിച്ച് തിളങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ഹുബ്ബ് എന്താവണം? വെറും നാവ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഷെയർ കൊണ്ടോ ഹുബ്ബ് നമ്മള് തീർക്കാൻ പാടില്ല. പിന്നെ അത് എപ്പോഴും നമ്മുടെ ഖൽബിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സ്വലാത്തുകൾ, തങ്ങളുള്ള സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മള് 2-3 വാക്കുകൾ, പുതിയ വാക്കുകൾ ഇവിടെ വന്നു. അതായത് ഗൈസു, ഗൈസിൻ, ഗൗസു, ആലമിൻ എന്നുള്ളത്. ഇവിടെ ഈ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഇതിന്റെ വിശദീകരണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓർമ്മ വന്നത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾപ്പെട്ട വിശുദ്ധമായ നാമത്തിൽപ്പെട്ട പേരുകളാണ്. അതെവിടെ ഉണ്ട്? നമ്മുടെ ഇതേ ഔറാദ് മനാഖിബിൽ തന്നെ സ്വലാത്ത് എന്നുള്ള കാറ്റഗറിയിൽ ദലാഇലുൽ ഖൈറാത്ത് എന്നുള്ള എടുത്താൽ, അതില് ദലാഇലുൽ ഖൈറാത്തിന്റെ തുടക്കത്തില് അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയും, അതായത് ദലാഇലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ സാന്ദർഭികമായിട്ട് പറയാം, അത് ചെല്ലാൻ പറ്റുന്നവർക്ക് എന്താക്കുക, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക, പതിവാക്കുക. അള്ളാന്റെ ഔലിയാക്കളും അസ്ഫിയാക്കളും മുത്തഖീങ്ങളൊക്കെ പഴയകാലം മുതൽക്കേ അതുണ്ടാക്കുന്നുണ്ട്, ചൊല്ലി വരുന്നതാണ്. അത് ഇജാസത്തോടെ ഏതെങ്കിലും മഹാന്മാരോട് നമ്മൾ അവരിൽ നിന്നും ഇജാസത്ത് വാങ്ങിയിട്ട് ചൊല്ലിയാൽ ഏറ്റവും ഫലം ചെയ്യുന്നതാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്വലാത്തുകളുടെ ഒരു കൂട്ടമാണ് ദലാഇലുൽ ഖൈറാത്ത്. അത് തുടങ്ങിയാൽ ഒരാഴ്ച കൊണ്ടാണ് എന്താക്കുന്നത്, ചൊല്ലിത്തീരുന്നത്. എന്ന് വെച്ചാൽ വളരെ അധികമുണ്ടെങ്കിൽ എനിക്ക് ചെല്ലാൻ പറ്റില്ല എന്നാലും വിചാരിക്കരുത്. അള്ളാന്റെ റസൂലിനുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, അതൊക്കെ ജീവിതത്തിൽ പകർന്നത്. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് ഒരു ദിവസം, തിങ്കളാഴ്ച തുടങ്ങിയാൽ അത് ഞായറാഴ്ച വരെയുള്ള ഓരോ ഭാഗങ്ങളായിട്ടാണ് അതിൽ നമുക്ക് കാണാൻ പറ്റും. ഔറാദ് മനാഖിബിൽ എടുത്താൽ സൺഡേ എന്ന് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കാണാൻ പറ്റും. മൺഡേ, ട്യൂസ്ഡേ, ഓരോ ദിവസം നമുക്കത് ചൊല്ലാനും വേണ്ടി മഹാന്മാര് എന്താക്കിയിട്ടുണ്ട്, അതിങ്ങനെ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. അതിൽ ഒന്നാമത്തെ ദിവസം, ആദ്യത്തെ തുടക്കത്തിലുള്ളതിൽ കാണുന്നുണ്ട് അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ നാമങ്ങളാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാമിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ നിങ്ങൾ അത് നോക്കിയാൽ കാണാം. അതിൽ എണ്ണി നോക്കിയപ്പോൾ 212 വിശുദ്ധ നാമങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദലാഇലുൽ ഖൈറാത്ത് അതിൽ ഈ പേര് വരുന്നത്.
എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും നിങ്ങൾ ഉമ്മ പങ്ങന്മാരൊക്കെ എന്താക്കുക, ഇത് കേട്ട ഉടനെ പിന്നെ ഈ ദലാൽ ഖൈറാത്ത് എടുത്ത് നോക്കിയാൽ അതിലുണ്ടാവും റയീസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗൗസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗിയാസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ 3 പേരാണ്. ഏതൊക്കെ? ഗൗസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗയീസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗിയാസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ പെട്ടതാണ്. ഒരുപക്ഷെ ഇത് രചിച്ച മഹാനവറുകൾ അതും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, അല്ലെ? അതിന്റെ അർത്ഥവും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, അല്ലാഹു അലം. ഏതായാലും അങ്ങനെ ഒരുപാട് ബറക്കത്തുള്ള ഒരു ബൈത്താണിത്. ഇതിന് ഇതേപോലെ തന്നെ നമ്മൾ മങ്കൂസ് മൗലൂദിൽ കാണാം. حبكم في قلبنا محو من رئين الذنب والحرج صل رب العالمين على سيد الكونين والسرج. മഹാന്മാർ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച മഹാന്മാർ, സയ്യിദുൽ മഖ്ദൂം തങ്ങൾ മഹാനവറുകളും അവിടെ പറഞ്ഞത് തന്നെയാണ്. ഹുബ്ബുകും ഫീ ഖൽബിനാ, നബിയെ തങ്ങളോടുള്ള ഞങ്ങൾ കൽബിലുള്ള ഹുബ്ബ്, അനുരാഗം, ഇഷ്ക്, പ്രേമം, സ്നേഹം, അത് മഹ്വൂൻ, അത് മായ്ച്ചു കളയുന്നതാണ്, അത് നീക്കിക്കളയുന്നതാണ്. എന്ത്? ദമ്പിനാലുണ്ടാവുന്ന, തെറ്റുകൾ കൊണ്ടുണ്ടാവുന്ന റയീന്, അത് പറഞ്ഞല്ലോ, റയ്യന് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു വിവാഹമാണ് ആ റയ്യന് എന്നുള്ളത്. അത് കൽബിനെ ബാധിക്കുന്ന കുറച്ച് കട്ടിയുള്ളതായ മൂടുപടമാണ്, തെറ്റിന്റെ പുകമറയാണ്. അത് കൽബിൽ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്നാൽ നമുക്ക് ഈമാൻ ഉണ്ടാവുകയില്ല, തഖ്വ ഉണ്ടാവുകയില്ല, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുകയില്ല, അതേപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ ഭയഭക്തി ഉണ്ടാവുകയില്ല, ഖുർആൻ ഓതുമ്പോൾ ചിന്തയുണ്ടാവില്ല. അതൊക്കെ തടയുന്നത് ഇതുപോലത്തെ തെറ്റുകളുടെ ഈ മറയാണ്, ഈ ഹിജാബാണ്. അത് എന്താണ്? ഹുബ്ബുകും ഫീ ഖൽബിനാ മഹ്വൻ എന്ന് പറഞ്ഞാൽ അത് നീക്കിക്കളയുന്നതാണ്, തേച്ച് മാച്ച് കളയുന്നതാണ്. മിർ റഈനിൽ ദംബി വൽ ഹറജി, തെറ്റുകളാലും അതേപോലെ തന്നെ പാപങ്ങളാലും നമുക്ക് സംഭവിച്ചു പോയ റഈന്, ആ മറയെ നീക്കിക്കളയുന്നതാണ്. അതേ അർത്ഥം തന്നെ മഹാനവറുകൾ, ബഹുമാനപ്പെട്ട മുഹിബ്ബുർ റസൂലായ അഷ്ഖുർ റസൂലായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലൂദ് രചിച്ചപ്പോൾ അതിലെഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് സാധാരണ പാടാറുണ്ട്, ചോറ് നിന്ന് നമ്മൾ പോകാറുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ എന്താക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും എൻ്റെ നഫ്സിനോടും ഞാൻ പറയുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിച്ചിട്ട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കാനും വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ എന്താക്കുക, ജീവിതത്തിൽ ചെല്ലുക. ചില മഹാന്മാരൊക്കെ പറയുന്നു, അള്ളാഹിന്റെ ഔലിയാക്കൾപ്പെട്ട ആരും ഔലിയാക്കളായിട്ടില്ല, അള്ളാഹിന്റെ മഅരിഫത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല, 1000 സ്വലാത്ത് വീതം ഒരു ദിവസം ചുരുങ്ങിയത് അവർ ചൊല്ലിയിട്ടല്ലാതെ. അപ്പൊ അവർക്കൊക്കെ 1000 സ്വലാത്ത് എന്നുള്ളത് മിനിമമാണ്. അപ്പൊ നമ്മള് ചുരുങ്ങിയത് 100 സ്വലാത്ത് അല്ലെങ്കിൽ 300 സ്വലാത്തെങ്കിലും എന്താക്കുക നമ്മുടെ ജീവിതത്തിൽ ചെല്ലുക. അതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ 1000 മുതൽ 2000 വരെ, 10,000 വരെ, 20,000 വരെ, നമുക്ക് ഇത്രയും സ്വലാത്തുകൾ വാശിയോടെ അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്തൊരു ഇബാദത്തും റസൂലുള്ളാഹിനെ നമുക്ക് സ്വപ്നം കാണാനും റസൂലുള്ളാഹിന്റെ ഹുബ്ബ് മനസ്സിൽ വരാനും, അതേപോലെ തന്നെ മറ്റുള്ള ഏതൊരു ഇബാദത്ത് എടുത്താലും അതിലുള്ള എന്തെങ്കിലും പാകപ്പിഴവുകളോ അതിന്റെ ഷർത്തുകളും പുറത്തുകളും ഒക്കാത്തതോ, അല്ലെങ്കിൽ അതിലുള്ള നമ്മുടെ ഖുശൂ ഇല്ലാത്തതോ, ഭയഭക്തി ഇല്ലാത്തതോ, ചിന്തകൾ മാറിപ്പോയതോ, നിയ്യത്ത് പിഴച്ചു പോയതോ, ഏതെങ്കിലും കാരണം കൊണ്ട് പാവങ്ങളായ നമ്മുടെ ഇബാദത്തുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഇല്ല സ്വലാത്തി അലൻ നബി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ പറയുന്നു, മറ്റുള്ള എല്ലാ ഇബാദത്തുകളും ബൈനൽ ഖബൂലി, അതേപോലെ തന്നെ അത് കബൂൽ ചെയ്യപ്പെടാനും തടയപ്പെടാനും എന്താണ് അതിന് സാധ്യതയുണ്ട്. എന്നാൽ ഇല്ല സ്വലാത്ത് അല നബി മുഹമ്മദ്, റസൂലുള്ളാഹിനുള്ള സ്വലാത്ത് എന്നുള്ളത് ഒരിക്കലും, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് അള്ളാഹു ഒരിക്കലും മടക്കുകയില്ല. അത്രത്തോളം സ്നേഹമാണ് അള്ളാഹിന്റെ ഹബീബിനോട് അള്ളാഹുവിനുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താക്കുക, ഒരിക്കലും തടയപ്പെടാത്ത, ഒരിക്കലും തള്ളപ്പെടാത്ത, കബൂൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു ഇബാദത്താണ് സ്വലാത്ത്. അത് നമ്മൾ എല്ലാ സമയത്തും, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ കസ്റ്റമർ ഇല്ലാത്ത സമയത്തും ഒക്കെ എന്താക്കാം, നമ്മൾ സ്വലാത്തുകൾ ഇങ്ങനെ ചെല്ലുക. ചുരുങ്ങിയത് കിടക്കുന്ന സമയത്തൊക്കെ ഒരു 100 സ്വലാത്ത് നമ്മൾ എപ്പോഴും പതിവാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണ് അല്ലാഹുവിന്റെ റസൂൽ. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലുകളിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ക്ലാസ് പതിവായി കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിക്യങ്ങളോട്
ഞാൻ വസിയത്ത് ചെയ്യുകയും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹൽ ഫضل കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് ഏവർക്കും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഒരുമിച്ച് കൂടാനും കാണാനൊക്കെ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ കാരണമായിട്ട് ആർക്കെങ്കിലും റസൂലുള്ളാഹിന്റെ ചെറിയൊരു ഹുബ്ബ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വളരെ ഉപകാരപ്പെടും. നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കേൾക്കാനുള്ള പ്രചോദനം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.